ബാലരാമപുരം എരുത്താവൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപത്തെ ഹരിതവനത്തിൽ പ്രകൃതി സംരക്ഷണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രകൃതി സംരക്ഷണ സെമിനാർ സംഘടിപ്പിച്ചു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. പരിസ്ഥിതി സംരക്ഷണവും സനാതനധർമ്മവും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. ഡോക്ടർ രാധാകൃഷ്ണൻ, ഡോക്ടർ ഗോപിനാഥപിള്ള, പ്രൊഫസർ മധുസൂദനൻ നായർ, പ്രൊഫസർ കാർത്തികേയൻ നായർ, ഹരിതവനം ഭാസ്കരൻ നായർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സെമിനാർ നടന്നത്. ചർച്ചാ വിഷയം പരിസ്ഥിതി സംരക്ഷണവും സനാതനധർമ്മവും. ഈ ഹരിതവനം ഇക്കോളജിക്കൽ പാർക്ക് പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി തുടങ്ങിയതാണ്. അതിൻ്റെ ആൾക്കാർ കാസർഗോഡ് പോലെ ട്രിവാൻഡ്രം വരെയുള്ള പല ഗ്രൂപ്പുകൾ ഇവിടെ ക്യാമ്പ് അടിച്ച് സമ്മേളനം നടത്തുന്നത് പതിവാണ്. ഇതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അതിപ്പോൾ പ്രകൃതി ഒരു ഡെഡ് നേച്ചറാണ്, ഇല പൊഴിയുന്ന ഒരു കാലമാണ്. ഇപ്പോൾ അതിൻ്റെ സൗന്ദര്യം നശിച്ചിരിക്കുന്ന സമയമാണ്. എങ്കിലും എപ്പോഴും ഇവിടെ സന്ദർശകർ വരാറുണ്ട്. പിക്നിക്കുകാരെ അധികം അനുഭവിക്കാറില്ല. ഇത് പഠനത്തിന് വേണ്ടി വരുന്നവരാണ് നമ്മൾ കൂടുതൽ എൻ്റർടൈൻ ചെയ്യാറുള്ളത്. പ്രകൃതിയുമായിട്ട് ഇണങ്ങിയാണ് എല്ലാ കാലത്തും മനുഷ്യർ ജീവിച്ചിരുന്നത്. എന്നൊക്കെ പ്രകൃതിയോട് മനുഷ്യൻ പിണങ്ങിയോ അന്ന് പ്രകൃതി പിണങ്ങി മനുഷ്യനെ ഇല്ലാതാക്കിയിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങളെല്ലാം വരുന്നത് അങ്ങനെയാണ്. പണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ യുഗങ്ങൾക്ക് മുമ്പ് പ്രകൃതി ദുരന്തമുണ്ടായിട്ടുണ്ട്, അങ്ങനെ പ്രളയമുണ്ടായിട്ടുണ്ട്. പ്രളയകഥകൾ നമ്മുടെ പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അതൊരു പക്ഷേ മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടല്ല. പക്ഷേ കഴിഞ്ഞ 100-200 കൊല്ലത്തിനിടയ്ക്ക് കേരളത്തിലും ഇന്ത്യയിലും തന്നെ പല ഭാഗത്തും പ്രളയങ്ങളും പ്രകൃതി ദുരന്തങ്ങളും എല്ലാം മനുഷ്യനിർമ്മിതമാണെന്ന് പറയേണ്ടതായി വരും. പ്രകൃതിയെ സംരക്ഷിച്ച് നിർത്തേണ്ടത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രകൃതി നമ്മുടെ പിതൃക്കൾ നമുക്ക് തന്നിട്ട് പോയതാണ്. പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണ്. പക്ഷേ ഈ പ്രകൃതിയെ അതേപോലെ നിലനിർത്താൻ നമ്മുടെ പൂർവികർ അങ്ങേയറ്റം ശ്രമിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ കുളങ്ങൾ വെട്ടിയും തോടുകൾ ഉണ്ടാക്കിയും നെൽപ്പാടങ്ങൾ ഉണ്ടാക്കിയും ആ നെൽപ്പാടങ്ങളിൽ എപ്പോഴും വെള്ളം നിർത്തിയും ആ വെള്ളങ്ങളിൽ ഒരുപാട് ജീവജാലങ്ങൾ വളർന്നും അവർക്ക് മനുഷ്യർക്ക് സമ്പത്തായി തീർന്നത്. മൃഗങ്ങളെ എല്ലാം ഇണക്കി വളർത്തിയത്. ആ ഒരു പൈതൃക മനോഭാവം നമുക്ക് തന്നു. അത് പ്രകൃതി സംരക്ഷണമാണ്. ആ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരു പാഠം ഈ ഹരിതവനം നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സന്ദേശം. അത് അടുത്ത തലമുറയെ നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. നഗരവാസികളായിട്ടും ഗ്രാമത്തിലായിട്ടാണ് ജീവിക്കുന്നതെങ്കിലും നഗരസമാനമായ ജീവിതം പ്രദാനം ചെയ്തു കൊടുക്കുന്ന നമ്മുടെ കൊച്ചുമക്കൾക്കും ഇത് അന്യമായി പോകുന്നുണ്ട്. അവരെ ഈ പ്രകൃതിയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ, പ്രകൃതിയുടെ താളം എന്താണെന്ന് മനസ്സിലാക്കാൻ, പ്രകൃതിയുടെ സൗന്ദര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ, ഇരുട്ടും വെളിച്ചവും എങ്ങനെ ഇരിക്കുമെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ ഇത്തരം പ്രദേശങ്ങളുടെ സൗകര്യങ്ങൾ ആവശ്യമാണ്. പ്രകൃതിയും മനുഷ്യൻ്റെയും ജീവിതതാളം, പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും ജീവിതതാളം എങ്ങനെ ഭംഗപ്പെടുന്നു, അതെങ്ങനെ ക്രമപ്പെടുത്താം എന്നതിനെക്കുറിച്ച് എല്ലാ തലങ്ങളിലും പെട്ട ആളുകൾ, ഗാന്ധി ചിന്തകർ, പുരോഗമന ചിന്തകർ, മറ്റു തരത്തിലുള്ള ധാർമ്മിക ചിന്തകർ, അങ്ങനെ പലതരത്തിലുള്ള ചിന്തകന്മാർ, എഴുത്തുകാർ ഒക്കെ ഒരുമിക്കുകയാണ്. അങ്ങനെ ഒരുമിച്ച് എല്ലാവർക്കും ഒരുമിച്ച് വന്നിരിക്കാൻ പറ്റിയ ഒരിടം തീർത്തു എന്നത് ഭാസ്കരനാരി ഏട്ടൻ്റെ ഏറ്റവും വലിയൊരു സംഭാവനയാണ്. എല്ലാ മനുഷ്യർക്കും ഇവിടെ വരാം, അരുവിപ്പുറം പോലെ. അത് വലിയ കാര്യം. ഇത്തരമൊരു സ്ഥലത്ത് വരുമ്പോൾ നമുക്കൊരു ആത്മശാന്തി അനുഭവപ്പെടും. ശാന്തിയില്ലാത്ത ലോകത്ത് ഇത് ഒരു ശാന്തിയുടെ ആശ്രമമാണ്. വ്യത്യസ്തമായ സെമിനാറിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. GTV ന്യൂസ്, ബാലരാമപുരം.